നമസ്കാരം. വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ലഭിച്ച് UDF കരുത്തന്മാരായി മാറുന്നു. ഇനിയിപ്പോൾ സ്വരാജ് പതുക്കെ കെട്ടിവെച്ച കാശ് പോലും കിട്ടാതെ സ്വരാജിന് മടങ്ങേണ്ടി വരുമോ? നിലമ്പൂർ UDF പിടിച്ചെടുക്കുമോ? ആര്യാടൻ ഷൗക്കത്തിന് സ്വന്തമായി തീരുമോ? നിരവധി ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, വെൽഫെയർ പാർട്ടിയെ അസോസിയേറ്റ് അംഗത്വം കൊടുത്തുകൊണ്ട്, അതായത് ചുരുക്കി പറഞ്ഞ ഇത്രയേ ഉള്ളൂ, വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി ഇനിയിപ്പോൾ മുന്നണിയിൽ തന്നെ ഉണ്ടാകും. മുന്നണി പ്രവർത്തനങ്ങളിലും യോഗങ്ങളിലും ഒക്കെ വെൽഫെയർ എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാകും. ജമാഅത്തെ ഇസ്ലാമിയുടെ പാർട്ടി, അവരുടെ രാഷ്ട്രീയ കക്ഷി, ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ കക്ഷി ഇനിയും UDFനൊപ്പം ഉണ്ടാകും. കഴിഞ്ഞ 19 മുതൽ, അവർ തന്നെ എണ്ണിപ്പറയുന്ന 19 മുതൽ വെൽഫെയർ പാർട്ടി പിന്തുണ നൽകിയിരുന്നത് UDFനായിരുന്നു എന്ന് അവർ തന്നെ വളരെ വസ്തുനിഷ്ഠമായ ഭാഷയിൽ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഏറെക്കാലമായി ഈ ഒരു ബന്ധം തുടരുന്നുണ്ട് എന്നുള്ളതിനെ അർത്ഥം. അത് തെറ്റ് പറയാനൊന്നും പറ്റില്ല. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ആയി കഴിഞ്ഞാൽ ഒരു പിന്തുണ കൊടുത്തിരിക്കണം, ആ UD മുന്നണിക്ക് പിന്തുണ കൊടുക്കണം. അത് സ്വാഭാവികമായ രാഷ്ട്രീയ നടപടി എന്നുള്ളതിനപ്പുറത്തേക്ക് അതിനെ നമ്മൾ വിലയിരുത്തേണ്ടത് ആവശ്യമില്ല. എന്നാൽ ഇതിനെ ഒരു പ്രചരണായുധം എന്നുള്ള നിലയിലേക്കാണ് LDFന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. LDF ഇതിനെ ഒരു വർഗീയ ധ്രുവീകരണത്തിന്റെ മറ്റൊരു മേഖലയായി തന്നെയാണ് കാണുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു വലിയ സംഘടന നടത്തിയ പ്രവർത്തനങ്ങൾ എത്രത്തോളം ഭീകരമായിരുന്നുവെന്നും ഇതേ UDF നേതാക്കൾ ഏകദേശം 19 മുൻപ് എന്തൊക്കെയാണ് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇതിപ്പോൾ രാഷ്ട്രീയമാണ്. എന്നാൽ LDF ഇവിടെ പറയാൻ പോകുന്നത്, ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു തരത്തിൽ വർഗീയ ധ്രുവീകരണത്തിന്റെ ഭാഗമാണ്, വർഗീയമായി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് UDF നടത്തുന്ന ശ്രമമാണ് എന്നുള്ളതാണ്. കാരണം മറ്റൊന്നുമല്ല, ജമാഅത്തെ ഇസ്ലാമി പറയുന്ന വർഗീയത തന്നെയുമല്ല, ലീഗ് എങ്ങനെയായിരിക്കും ഇതിനോട് പ്രതികരിക്കുക എന്നുള്ളതിനെ കുറിച്ച് ഇനി വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് കണ്ടറിയാൻ സാധിക്കുകയുള്ളൂ. കാരണം ലീഗിലെ ഏറ്റവും വലിയൊരു വിഭാഗം, പ്രബല വിഭാഗം എന്ന് തന്നെ പറയാൻ കഴിയുന്ന EK സുന്നി വിഭാഗം ഒരു തരത്തിൽ ഇവരോട് എതിർത്ത് നിൽക്കുന്നതാണ്. അതായത് വെൽഫെയർ പാർട്ടിയെ, ജമാഅത്തെ ഇസ്ലാമിയെ ഇതിനോട് ഉൾക്കൊള്ളിച്ച് നിർത്തുന്നതിനോട് താല്പര്യമില്ലാത്ത, പിന്തുണ പ്രഖ്യാപിക്കുന്ന പോലെ അല്ല സത്യത്തിൽ. പിന്തുണ പ്രഖ്യാപിച്ച് നിൽക്കുന്ന കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു, SDPIക്കാരെ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഇത് നമുക്കറിയാം. ഈ നിലവിലത്തെ സാഹചര്യം UDFന് അനുകൂലമായി തന്നെയാണ് നിൽക്കുന്നത്, നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ വെൽഫെയർ പാർട്ടി പക്ഷേ ഒരു മുന്നണി ബന്ധം അല്ലെങ്കിൽ അസോസിയേറ്റ് മുന്നണി, അത് UDF മാത്രം ഉണ്ടാക്കിയ പുതിയൊരു രീതിയാണ് അസോസിയേറ്റ് മുന്നണി. അപ്പോൾ മുന്നണിയിലെ അസോസിയേറ്റ് അംഗം എന്നുള്ള നിലയിലേക്ക് കൊണ്ടുവരാൻ നടത്തുന്ന ശ്രമങ്ങളാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇതോടുകൂടി ഈ സുന്നി വിഭാഗത്തിന് ശക്തമായ എതിർപ്പുണ്ട്, അന്നുമുണ്ട് ഇന്നുമുണ്ട് എതിർപ്പ്. ആ എതിർപ്പിനെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഇവരെ ഒരു അസോസിയേറ്റ് അംഗത്വം എന്നുള്ള നിലയിലേക്ക് ഉൾക്കൊള്ളിക്കാൻ UDF തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം, അസോസിയേറ്റ് അംഗം എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച കാലഘട്ടം മുതൽ തന്നെ, അല്ലെങ്കിൽ അതിനു മുൻപായി തന്നെ, രാജി പ്രഖ്യാപിച്ചതിന് ശേഷം PV അൻവർ നിരന്തരമായി UDFന്റെ മേലെ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് UDFനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന അങ്ങനെ തന്നെയായിരുന്നു. അതായത് നമുക്കറിയാം, PV അൻവർ പല പാർട്ടികളിലേക്ക് മാറി DMK ആയി, ഒടുവിൽ തൃണമൂൽ കോൺഗ്രസിലേക്ക് എത്തി നിൽക്കുന്ന തരത്തിലൊരു വലിയ യാത്രയായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു യാത്രയിൽ നിന്നും PV അൻവർ ലക്ഷ്യം വെച്ചത് UDFന്റെ അസോസിയേറ്റ് അംഗത്വം തന്നെ ആയിരുന്നു. എന്തുകൊണ്ട് അസോസിയേറ്റ് അംഗത്വം വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UDF തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, നേതൃത്വം തന്നെ വ്യക്തമാക്കിയിരുന്ന ഒരു കാര്യം, ഇവിടെ KK രമ എന്ന് പറയുന്ന RMP സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ RMP എന്ന് പറയുന്ന കക്ഷിയെ ഞങ്ങൾ അസോസിയേറ്റ് അംഗം എന്നുള്ള നിലയിലാണ് നിലനിർത്തി പോരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അസോസിയേറ്റ് അംഗത്വം എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ സിസ്റ്റം, സമ്പ്രദായം UDFനകത്തുണ്ട് എന്ന് മനസ്സിലാക്കുകയും PV അൻവർ അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്തത്. എന്നാൽ അതിന് പോലും തയ്യാറാകാതിരുന്ന UDF നേതൃത്വം ഇപ്പോൾ വെൽഫെയർ പാർട്ടിക്ക് വേണ്ടി വാതിൽ തുറന്നിട്ടിരിക്കുന്നു എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം. PV അൻവർ പിണറായി വിജയനെതിരായി ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് പോലും എന്തുകൊണ്ടാണ് PV അൻവർ പിണറായി വിജയനെതിരായ ശക്തമായ ആയുധമായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞിട്ട് പോലും PV അൻവർ ഇവിടുത്തെ മന്ത്രിമാരെ അടക്കം ക്രൂരമായി വിമർശിക്കുന്ന ഒരാളാണെന്നും ഏത് കാര്യവും അത്യുച്ചത്തിൽ വിളിച്ചു പറയുന്ന ഒരാളാണ് എന്നുള്ളത് കൊണ്ടും ന്യായമാണ് അയാളുടെ നിലപാടുകൾ എന്നും K സുധാകരൻ പോലും പറഞ്ഞ സാഹചര്യത്തിൽ പോലും, K സുധാകരൻ ഇദ്ദേഹത്തെ വന്നു കഴിഞ്ഞാൽ മുന്നണിക്ക് അസറ്റായിരിക്കുമെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ പോലും ഇതിനെയെല്ലാം ഒഴിവാക്കി നിർത്തിക്കൊണ്ട് PV അൻവറിനെ എന്തിനായിരുന്നു അസോസിയേറ്റ് അംഗത്വം പോലും നൽകാതെ അകറ്റി നിർത്തിയിരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം.
PV അൻവറിനെ ഭയന്നിട്ടാണോ, അതോ PV അൻവർ എന്ന് പറയുന്ന നേതാവ് അതിനു മുൻപ് ചേലക്കര എന്ന് പറയുന്ന മണ്ഡലത്തിൽ നടത്തിയ ഒരു പ്രഖ്യാപനത്തെയാണോ, അതായത് നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കൂ, ഞാൻ എൻ്റെ സ്ഥാനാർത്ഥിയെ നിർത്താം, നിങ്ങൾ UDF ആ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കണം എന്ന് പറഞ്ഞ ആ രീതിക്ക് എതിരായിരുന്നത് കൊണ്ടാണോ? അപ്പൊ ഇത് മനസ്സിലാക്കണം. PV അൻവറിനെ അങ്ങനെ UDF ചവിട്ടി പുറത്താക്കുന്നു. UDF നിന്നും നിഷ്കരണം എന്തെങ്കിലും ഉറപ്പ് കിട്ടാതെ PV അൻവർ ഇത്രയും കാലം പറയില്ല. ഈ VS ജോയി എന്ന് പറയുന്ന ഒരാളുടെ പേര് നിർദ്ദേശിച്ചുകൊണ്ട് വരെ മുന്നിലേക്ക് വന്ന PV അൻവറിനെ അവിടെ ചവിട്ടി പുറത്താക്കിയ നടപടിയല്ലേ VD സതീശൻ കാണിച്ചത്? പിന്നെ എന്തിനായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയറിനെ അസോസിയേറ്റ് അംഗത്വം കൊടുക്കാം എന്നുള്ള രീതിയിൽ അവരേക്ക് കൊണ്ടുവന്നത്? ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ? അതെ, ഇതിനകത്തൊരു വർഗീയതയുടെ കാർഡ് ഇറക്കി കളിക്കാൻ തന്നെയാണ് VD സതീശൻ തീരുമാനിച്ചിരിക്കുന്നത്. കാര്യം നമ്മുടെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് തുടക്കം മുതൽ ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യം വരെ അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇടതുപക്ഷ സർക്കാരിനെ വേട്ടയാടാനാണ് VD സതീശൻ അങ്ങോളം ഇങ്ങോളം ശ്രമിച്ചിട്ടുള്ളത്. അതിനായി ജ്യോതികുമാർ ചാമക്കാലയും KC വേണുഗോപാലും അടക്കമുള്ളവർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനേറെ ഈ പറയുന്ന മക്കൾ രാഷ്ട്രീയത്തിന്റെ പടി ചുവട്ടി കടന്നു വന്ന ആര്യാടൻ ഷൗക്കത്ത് പോലും ശ്രമിച്ചിട്ടില്ലേ? നമുക്കറിയാം, തുടക്കത്തിൽ തന്നെ കൊണ്ടുവന്ന ഒരു പ്രശ്നമായിരുന്നു ഇവിടുത്തെ ഈ പറയുന്ന നിലമ്പൂർ വിവാദം, അല്ല മലപ്പുറം വിവാദം. അതായത് മലപ്പുറത്ത് ജീവിക്കുന്ന ആൾക്കാരെല്ലാം സദാചാര വിരുദ്ധരാണെന്നും അവരൊക്കെ പലപ്പോഴും അനാശാസ്യ പ്രവർത്തനങ്ങളിലൊക്കെ ഇടപെടുന്ന ആൾക്കാരാണെന്നും അതോടൊപ്പം ഗുണ്ടകളാണെന്നും ഒക്കെ പറയുന്ന രീതിയിൽ അവർ ഈ പറയുന്ന ഗുണ്ടായുസവും ഒക്കെ കൊണ്ട് ജീവിക്കുന്നവരാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു എന്നുള്ള പേരിൽ ഈ പറയുന്ന പോലെ അവിടെ വലിയൊരു വിശാലമായ ഒരു പ്രചരണം കൊടുക്കുന്ന ഒരു അവസ്ഥയിലെത്തി UDF. അപ്പോൾ അങ്ങനെ അതിനെ ശരിക്കും പറഞ്ഞാൽ ഈ ഇടതുപക്ഷം ശക്തമായിട്ടാണ് എതിർത്തത്. മലപ്പുറം എന്ന് പറയുന്ന ഒരു ജില്ല രൂപീകരിച്ചു കഴിഞ്ഞാൽ അത് കുട്ടി പാകിസ്ഥാനായി മാറും എന്ന് പറഞ്ഞ ആര്യാടൻ മുഹമ്മദിനെ നമുക്കറിയാം. ഇവിടെ മലപ്പുറം എന്ന് പറയുന്ന ജില്ല EMS രൂപീകരിക്കാൻ തീരുമാനം സമയത്ത് അതിനെതിരായി ജനസംഘത്തിനോടൊപ്പം ചേർന്നുകൊണ്ട് പ്രവർത്തിച്ച ഒരു പാർട്ടിയാണ് കോൺഗ്രസ്, അല്ലെങ്കിൽ ആര്യാടൻ മുഹമ്മദ് എന്ന് പറയേണ്ടി വരും. അത് മാത്രമല്ല, സമരപരിപാടികൾക്ക് പദ്ധതി ഇടുകയും ചെയ്തിട്ടില്ലേ? ഉണ്ട്. അപ്പോൾ അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ ഉപയോഗിച്ച് LDF അതിനെ വെട്ടി. അപ്പോഴാണ് അടുത്ത ഒരു പ്രചരണവുമായി UDF വരുന്നത്. അതായത് ഇവിടുത്തെ ജനങ്ങളെല്ലാം ക്ഷേമ പെൻഷൻ വാങ്ങുന്ന സാധാരണക്കാരെല്ലാം കൈക്കൂലിക്കാരാണ് എന്നുള്ള തരത്തിൽ അഴിമതി ആരോപണവുമായി, അല്ലെങ്കിൽ ആ രീതിയിലൊരു ആരോപണവുമായി KC വേണുഗോപാലിന്റെ അടുത്ത ഇലക്ഷൻ സ്ട്രാറ്റജി വരുന്നു. അതിനെയും LDF വെട്ടി. ഇവിടെ 18 മാസത്തോളം കുടിശ്ശികയാക്കിക്കൊണ്ട് നടന്ന 18 മാസത്തോളം കുടിശ്ശിക വരുത്തിയ ഒരു സർക്കാരിന്റെ ഭാഗമാകാൻ എന്തുകൊണ്ട് ജനങ്ങൾ താല്പര്യപ്പെടുന്നില്ല എന്നുള്ള ചിന്ത അവിടെ കൊണ്ടുവന്നു. അതായത് 18 മാസത്തോളം പല വിധത്തിലുള്ള പെൻഷനുകൾ കുടിശ്ശികയാക്കിയ ഒരു മന്ത്രിസഭയായിരുന്നു കഴിഞ്ഞുപോയ ഉമ്മൻചാണ്ടി മന്ത്രിസഭ. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞു. അത് തന്നെയുമല്ല, ജനങ്ങൾ എങ്ങനെ കൈക്കൂലിക്കാരാകും? അങ്ങനെ വരികയാണെങ്കിൽ ഈ പറയുന്ന ക്ഷേമ പെൻഷൻ മേടിക്കുന്ന കൈക്കൂലിക്കാരായ ജനങ്ങളെയല്ല ഇനി നിത്യപട്ടിണിയിലേക്ക് തള്ളിവിടുന്ന സമീപനമായിരിക്കുമല്ലോ ഇനി വരാൻ പോകുന്ന UDF സർക്കാർ ഇവിടെ ചെയ്തു വെക്കാൻ പോകുന്നത്. അതായത് പെൻഷനുകളെല്ലാം കട്ട് ചെയ്യുന്നു. ആ ഒരു അവസ്ഥയിലേക്ക് പോയാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും? അങ്ങനെ അക്കമിട്ട് ഓരോന്നിനെയും LDF വെട്ടിക്കഴിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും UDFന് പിടിച്ചു നിന്നേ മതിയാകൂ എന്നുള്ളൊരവസ്ഥ വന്നു. അങ്ങനെ വന്നപ്പോൾ SDPI ആദ്യഘട്ടത്തിൽ പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ അങ്ങനെ ആ ഒരു അവസ്ഥയിൽ നിന്നും പെട്ടെന്ന് SDPI മറ്റൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. കാരണം മറ്റൊന്നുമല്ല, ഈ UDFനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ വോട്ട് നേടി വിജയിച്ചു കഴിഞ്ഞാൽ, പാലം കടന്നു കഴിഞ്ഞാൽ കൂരായണ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണെന്ന് SDPIക്ക് മനസ്സിലായി. പാലക്കാട് വ്യക്തമായി അവരത് കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് സ്വന്തം നിലയ്ക്കൊരു സ്ഥാനാർത്ഥിയെ നിലമ്പൂരിൽ മത്സരിപ്പിക്കാൻ തയ്യാറാകുകയായിരുന്നു SDPI. അതും കൂടി വന്നു കഴിഞ്ഞപ്പോൾ തന്നെയുമല്ല, മറ്റൊരു കാര്യം കൂടിയുണ്ട്. ആര്യാടൻ മുഹമ്മദിന്റെയും ആര്യാടൻ ഷൗക്കത്തിന്റെയും മുസ്ലിം ലീഗ് വിരുദ്ധത എന്ന് പറയുന്ന വലിയൊരു ഘടകം, ഫാക്ടർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം പാണക്കാട് തങ്ങളെ കേരളത്തിലുള്ള എല്ലാ മുസ്ലിം ലീഗ് നേതാക്കന്മാരും അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ എല്ലാ അണികളും മുസ്ലിം കുടുംബങ്ങളും കാണുന്നത് അവരൊരു ഈ പറയുന്ന നല്ല രീതിയിൽ മതപരമായി ജീവിക്കുന്ന ഒരു കുടുംബം എന്നുള്ള നിലയിൽ പറയുമ്പോൾ, പാണക്കാട് കുടുംബത്തെക്കുറിച്ച് ആ രീതിയിൽ ജനങ്ങൾക്കിടയിൽ ഒരു ധാരണയുള്ളപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് തന്നെ പറഞ്ഞില്ലേ, അവര് ഈ പറയുന്ന ആത്മീയത കൊണ്ട് ബിസിനസ് ഉണ്ടാക്കുകയാണെന്നും അതുകൊണ്ട് പാണക്കാട് കുടുംബം റെയ്ഡ് ചെയ്യണമെന്നും പറഞ്ഞില്ലേ? അങ്ങനെ ഒരു ആരോപണം ഉണ്ടായിട്ടുണ്ട്. മലപ്പുറം ജില്ലയെ കുട്ടി പാകിസ്ഥാനാക്കി മാറ്റും ലീഗ് എന്ന് പറഞ്ഞ ആര്യാടൻ മുഹമ്മദിന്റെ ഒരു പാരമ്പര്യം അവിടെ നിലനിൽക്കുന്നില്ലേ? അപ്പൊ ഇങ്ങനെയുള്ള നിരവധി നെഗറ്റീവായിട്ടുള്ള പ്രതികൂലമായ കാലാവസ്ഥയുള്ള സാഹചര്യത്തിൽ
SDPI കൂടി ഇവിടെ നിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ, മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്തിക്കഴിഞ്ഞപ്പോൾ, എം സ്വരാജ് എന്ന് പറയുന്ന ശക്തനായ സ്ഥാനാർത്ഥി LDFന്റെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്തപ്പോൾ അക്ഷരാർത്ഥത്തിൽ UDF സംബന്ധിച്ചിടത്തോളം ഒരു ഹാലിളകി എന്ന് പറയും. അതിനു വേണ്ടിയിട്ട് എങ്ങനെ പിടിച്ചു നിൽക്കാമെന്ന ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് വെൽഫെയർ പാർട്ടിയെ നമ്മൾ ഇവിടേക്ക് കൊണ്ടുവന്ന് ചാടിക്കുന്നു. അങ്ങനെ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് കൊണ്ട് വോട്ട് ഭിന്നിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ രീതിയിൽ ഒരു വർഗീയ ധ്രുവീകരണത്തിനുള്ള ശ്രമമാണ് UDF നടത്തുന്നത് എന്നുള്ള തരത്തിലേക്ക് ഒരു LDFന്റെ പ്രചരണങ്ങൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. LDF ആ രീതിയിലാണ് അതിനെ കാണുന്നത്. ഒരു വർഗീയ പ്രചരണം, ഒരു വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ട് UDF ശ്രമിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ലീഗ് എന്ന് പറയുന്നതിൽ സുന്നി വിഭാഗത്തിന് ഈ പറയുന്ന വെൽഫെയർ പാർട്ടിയെ ഉൾക്കൊള്ളുന്നതിൽ വനവിഷമമുണ്ട്, അവർക്ക് എതിർപ്പുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ ദിവസം സംസാരിച്ച പോലെ ലീഗിൽ അസ്വസ്ഥരായി നിൽക്കുന്ന വോട്ട് ബാങ്കിനെ, അതായത് സുന്നികളുടെ വോട്ടിനെ നമുക്ക് LDFലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്ന് പറയുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. ഇതിനിടയിൽ PDP എന്ന് പറയുന്ന സംഘടന ഈ പറയുന്ന പോലെ LDFന് ഒരു പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്ന സാഹചര്യം. അപ്പോൾ PDP എന്തുകൊണ്ട് പിന്തുണച്ചു എന്ന് ചോദിച്ചാൽ, സാമ്രാജ്യത്തിനും ഇവിടുത്തെ വർഗീയ ഫാസിസത്തിനുമെതിരായി ശക്തമായ നിലപാടെടുക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ടാണ് ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിക്കാൻ PDP നിർബന്ധിതരായത്. PDPയുമായി നേരത്തെ തന്നെ ബന്ധം തുടങ്ങി വെച്ചിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത്തവണ PDPയുടെ വോട്ടുകൾ നിർണായകമാകും. അതോടൊപ്പം സുന്നി വോട്ടുകൾ കൂടി തങ്ങളിലേക്ക് എത്തിക്കാനുള്ള അവസാനവട്ട ശ്രമവും LDFന്റെ ഭാഗത്ത് നിന്നുണ്ടാകും. UDFന് വെൽഫെയർ പാർട്ടിയുടെ വോട്ടുകളും ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടുകളും മാത്രമായി ഒതുങ്ങും. അപ്പോൾ SDPയുടെ വോട്ടുകൾ അവരിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. SDPI അതുകൊണ്ടാണല്ലോ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ നേരത്തെ തന്നെ 5000-ലധികം വോട്ടുകൾ പിടിച്ചിട്ടുമുണ്ട്. അപ്പോൾ ആ ഒരു 5000-ലധികം വോട്ടുകളാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഈ വോട്ടുകൾ കൂടി അവരിലേക്ക്, SDPIയിലേക്ക് തന്നെ കൃത്യമായി വന്ന് വീഴുകയും മുസ്ലിം ലീഗ് വോട്ടുകളിൽ അതൊരു ഭിന്നിപ്പുണ്ടാകുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതിന് മുൻപ് തന്നെ ലീഗ് വോട്ടുകളിൽ ഒരു ഭിന്നിപ്പുണ്ട്, നമുക്കതറിയാം. ആ ലീഗ് വോട്ടുകളിൽ കാരണം ആര്യാടൻ ഷൗക്കത്തിനെ മത്സരിപ്പിച്ചപ്പോൾ തന്നെ മനസ്സോടെയാണ് UDF അതിനെ അംഗീകരിക്കുന്നത്. തുടക്കത്തിൽ പാണക്കാട് കുടുംബത്തിൽ നിന്ന് ആരും ഈ പറയുന്ന പ്രചരണ പരിപാടികൾക്കായി ഇറങ്ങിയില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ അത് UDF ഇങ്ങനൊരു വാർത്ത പ്രചരിച്ച സമയത്ത് UDFന്റെ പ്രധാന കക്ഷി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് അത് മുസ്ലിം ലീഗ് അതിലേക്ക് പങ്കെടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഒരു പ്രശ്നമില്ല എന്ന് ജനങ്ങൾക്ക് മുമ്പിൽ വരുത്തി തീർക്കുക എന്നുള്ള ലക്ഷ്യം. അപ്പോൾ ഇങ്ങനെ തുടങ്ങി രാഷ്ട്രീയമായി വലിയ ഒരു പ്രത്യാഘാതം അല്ലെങ്കിൽ ഒരു തിരിച്ചടി നേരിടാൻ നിൽക്കുന്ന സാഹചര്യത്തിലാണ് അനന്തു എന്ന് പറയുന്ന കുട്ടിയുടെ മരണം ഉണ്ടാകുന്നത്. അതിനെയും ഇവർ പൊളിറ്റിക്കലൈസ് ചെയ്യാൻ UDF ശ്രമിച്ചു എന്നുള്ളതാണ് വാസ്തവം. ആ വഴിയിലൂടെയും കുറച്ച് വോട്ടുകൾ എങ്ങനെ സമ്പാദിക്കാം, അതിനുവേണ്ടിയാണ് ജ്യോതികുമാർ ചാമൽക്കാലയെ പോലുള്ള ഒരാളെ കൊണ്ട് അവിടെ ഷോ നടത്തിച്ചത്. അവിടെ ഈ പറയുന്ന മലപ്പുറത്തെ ജില്ലാ ആശുപത്രി അതിലേക്കുള്ള റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള ഷോകളൊക്കെ സംഘടിപ്പിച്ചു. ഇതൊക്കെ UDFനെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് ഇമ്പാക്റ്റ്, പ്രതികൂല സാഹചര്യങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഇതിൽ നമുക്കറിയാം UDFൽ നിന്ന് ഭിന്നിച്ചു പോകുന്ന ഒരു വലിയ വിഭാഗം വോട്ടുകൾ PV അൻവറിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ UDFൽ നിന്ന് ഭിന്നിച്ചു പോകുന്ന സുന്നി വോട്ടുകൾ പലപ്പോഴും PV അൻവറിലേക്കും ഈ പറയുന്ന LDFലേക്ക്, അവർക്ക് ഒരിക്കലും BJPക്ക് അനുകൂലമായ ഒരു സാഹചര്യമല്ല ഉള്ളത്. അവിടെ BJPക്ക് അങ്ങനെ ഒരു വോട്ട് പിടിച്ചു മാറ്റാൻ സാധിക്കുമെന്നുള്ള വിശ്വാസമൊന്നും 15,000-20,000 വോട്ടിനടുത്ത് BJPക്ക് അവിടെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാൽ അത് പാർട്ടി വോട്ടുകൾ, BJP വോട്ടുകൾ തന്നെയാണ്. ക്രിസ്തീയ വോട്ടുകളിൽ ഒരു നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ശ്രമിക്കുന്നത്. എന്നിരുന്നാൽ തന്നെയും ഈ പറയുന്ന ഈ ഒരു വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തുന്ന ഈ ഒരു ശ്രമം സത്യത്തിൽ ഒരു വലിയ തിരിച്ചടിയായി മാറും എന്ന് തന്നെയാണ് ഇപ്പോൾ നിലവിൽ പല നിരീക്ഷകരും വിലയിരുത്തുന്നത്.